ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പം വട്ടവടയാണുള്ളത് കേട്ടോ. വട്ടവടയുള്ള ഇതാ ഡ്രീം വാലി റിസോർട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഒട്ടും രക്ഷയില്ലാത്ത വ്യൂ ആണ് ഈ റിസോർട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം വാലി റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വട്ടവടയിലെ കൊട്ടക്കമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ ഗൈസ്, ഈ ഒരു ഡ്രീം വാലി റിസോർട്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വിസിറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വട്ടവട എപ്പം വന്നാലും നമുക്ക് ഈ ഒരു റിസോർട്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കേട്ടോ ഗൈസ്. കാര്യം എന്ന് പറഞ്ഞാൽ അത്ര രസമാണ് ഇവിടെ താമസിക്കാനും, എസ്പെഷ്യലി ഭയങ്കര നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, രണ്ട് സൈഡ് നല്ല രീതിയിൽ ആ ഒരു ചെടി കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. രണ്ട് സൈഡ് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ദി ഇയർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പൂക്കളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റിസോർട്ടിൽ കാണാൻ സാധിക്കും കേട്ടോ ഗൈസ്. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇതേപോലെ ഒരു വലിയ പാർക്കിംഗ് കാണാൻ പറ്റും. നമുക്ക് അത്യാവശ്യം ഗസ്റ്റുകളുടെ വണ്ടികളും പിന്നെ അത്യാവശ്യം ഈ ടെമ്പോ ട്രാവലറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പാർക്കിങ്ങിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് റിസപ്ഷൻ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ. പിന്നെ റൈറ്റ് സൈഡിൽ ഉള്ള ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ റൂംസ് ആണ് കേട്ടോ ഗൈസ്. ഇവിടെ പല കാറ്റഗറി റൂംസ് ആണ് ഉള്ളത്. നമ്മുടെ അടുത്തെന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് കാറ്റഗറി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് റൂമാണ് കേട്ടോ ഗൈസ്. പിന്നെ ബേസിക് ഡീലക്സ് റൂംസ്, പിന്നെ വുഡൻ ഹെറിറ്റേജ്, പിന്നെ ലക്ഷറി ടെന്റ്, പിന്നെ പ്രൈവറ്റ് വില്ല പോലത്തെ നമുക്ക് 2 BHK അപ്പാർട്ട്മെന്റ് പോലത്തെ സംഭവങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പല കാറ്റഗറി ഓഫ് റൂംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഓരോ കാറ്റഗറി റൂംസിനനുസരിച്ച് ഇവിടെ റേറ്റ്സും ഡിഫറെന്റ് ആണ് കേട്ടോ ഗൈസ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വട്ടവട സൈഡിൽ തന്നെ നമുക്ക് ഒരു അടിപൊളി ഇൻഫിനിറ്റി പൂളൊക്കെ ഉള്ള ഒരു റിസോർട്ടും കൂടെയാണ് ഈ ഒരു ഡ്രീം വാലി റിസോർട്ട്. പിന്നെ ഗൈസ്, ഇപ്പൊ രാവിലെ ടൈമാണ്. അപ്പൊ നമുക്ക് ഫുൾ ടൈം ആ കിളികളുടെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ കേട്ടോ ഗൈസ്. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ പൂക്കളും പിന്നെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ കിളികളും അങ്ങനെ ഒരുപാട് ബേർഡ്സിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് കൂടിയാണ് കേട്ടോ ഗൈസ്. അപ്പൊ അങ്ങനെ പല കിളികളുടെയൊക്കെ ഈ സൗണ്ടൊക്കെ കേട്ട് രാവിലെ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഗൈസ് ഈ റിസോർട്ടിന്റെ അകത്തൂടെ നടക്കാനായിട്ട്. ഗൈസ്, ഇപ്പൊ നിങ്ങൾ കാണുന്നതെന്ന് പറയുമ്പോൾ ഒരു കോമൺ ഏരിയ ആണ് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കോമൺ ഏരിയ ആണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ റിസോർട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഇതാണ് കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി ഒരു വ്യൂ, ഒരു 180 ഡിഗ്രി വ്യൂ നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ ഗൈസ്. ഭയങ്കര രസമാണ് ഇവിടെ നിന്നുകൊണ്ടുള്ള ആ ഒരു വ്യൂവും. പിന്നെ ഒരു രാവിലേക്ക് ഒരു ചായയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് കുടിക്കാനായിട്ടുള്ള പറ്റിയ ഒരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ്, ഇത് അത്യാവശ്യം നല്ല വലിയ പ്രോപ്പർട്ടിയിലാണ് ഈ ഒരു റിസോർട്ട് ഇരിക്കുന്നത് കേട്ടോ ഗൈസ്. ഇവർക്ക് കുറച്ച് പ്ലാന്റേഷനും ഉണ്ട്, അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇതേപോലെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇതേപോലെ ഒരു ചെറിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഫാമിലി പിള്ളേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തന്നെ അവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ പാർക്കും ഈ റിസോർട്ടിലുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ കുറച്ചുകൂടെ നമ്മൾ താഴോട്ട് ഇതേപോലെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു കോമൺ ഏരിയ എത്തും കേട്ടോ ഗൈസ്. ഇത് ക്യാമ്പ് ഫയറിന്റെ ഏരിയയാണ്. ഇതൊരു കോമൺ ക്യാമ്പ് ഫയർ ഏരിയ ആണ് കേട്ടോ ഗൈസ്. അപ്പം ഈ ഒരു റിസോർട്ടിൽ വരുന്ന എല്ലാ ഗസ്റ്റുകൾക്കും വേണ്ടി അവരൊരു രാത്രി 7 o'clock ഒക്കെ ആകുമ്പോൾ ഇവിടെ ക്യാമ്പ് ഫയർ ഇടും. ക്യാമ്പ് ഫയർ മാത്രമല്ല, അവർ മ്യൂസിക്കും പ്ലേ ചെയ്യും കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് ഒത്തുകൂടിയിട്ട് നമുക്ക് ക്യാമ്പ് ഫയറും എൻജോയ് ചെയ്യാം, ഡാൻസും കളിക്കാം കേട്ടോ ഗൈസ്. അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണിത്.
എടുത്ത് പറയേണ്ട കേട്ടോ ഗൈസ്, ഇവിടുത്തെ ഇവരുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ ഗൈസ്. ഒരുപാട് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇവിടെ അവർ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇതൊക്കെ ആസ്വദിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡിഫറെന്റ് ഫീൽ തന്നെയാണ് കേട്ടോ ഗൈസ്. പല കളറിലുള്ള പൂക്കൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റും. പിന്നെ ഈ ഒരു റിസോർട്ടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഇൻഫിനിറ്റി പൂള് തന്നെയാണ് കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി പൂളാണ് ഈ റിസോർട്ടിലുള്ളത്. നല്ല ഈ ഒരു മൗണ്ടൻ റേഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്താണ് അവർ ഈ ഒരു ഇൻഫിനിറ്റി പൂള് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഗൈസ്. നമുക്ക് ഈ ഒരു പൂളിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മലനിരകളുടെ ആ ഒരു വ്യൂവും പിന്നെ നമുക്ക് ചില സമയത്തൊക്കെ നല്ല രീതിയിൽ കോട് ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് ഈ ഒരു പൂളിൽ കിടന്ന് നമുക്ക് ആ ഒരു വ്യൂ കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു അടിപൊളി ഇൻഫിനിറ്റി പൂളാണ് നമുക്ക് ഈ ഒരു റിസോർട്ടിൽ കിട്ടുന്നത്. എനിക്ക് ഈ ഒരു വട്ടവട സൈഡിൽ എനിക്ക് വേറെ ഇത്രയും നല്ല പൂളുള്ള വേറെ ഒരു പ്രോപ്പർട്ടി എനിക്ക് അറിയത്തില്ല കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വട്ടവട സൈഡിൽ തന്നെ നല്ല ഇൻഫിനിറ്റി പൂള് ഇതേപോലെയുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഗൈസ്, പിന്നെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ കൂടെ ചേർന്നിരിക്കുന്ന ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറുള്ള റൂമാണ് കേട്ടോ ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്ന റൂം. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂമാണ്, ഇവിടുത്തെ ഏറ്റവും ബേസിക് കാറ്റഗറി റൂമാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പോൾ ഈ ഒരു റൂമിന്റെ താരിഫ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 4500 ആണ്. അപ്പോൾ 4500 ആണ് ഇവിടുത്തെ ഏറ്റവും ബേസിക് കാറ്റഗറി റൂമിന്റെ കോസ്റ്റ് വരുന്നത്. പക്ഷേ റൂംസ് എല്ലാം അടിപൊളിയാണ്. റൂംസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂംസ് ആണ്. പിന്നെ ഡബിൾ ബെഡഡ് റൂംസ് ആണ്. ഒരു TV വരും. പിന്നെ ബാത്റൂം ആയാലും നല്ല നീറ്റ് ആണ്. പിന്നെ നമുക്ക് ചൂടുവെള്ളത്തിന് ഹീറ്ററൊക്കെ ബാത്റൂമിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വൈഫൈയും വരുന്നുണ്ട് കേട്ടോ ഈ റൂംസിലൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല റൂമാണ്. അപ്പോൾ ബേസിക് കാറ്റഗറി റൂമാണ്. 4500 രൂപയാണ് ബേസിക് കാറ്റഗറി റൂമിന്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഓരോ റൂം കാറ്റഗറി അനുസരിച്ച് റേറ്റ്സ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഈ റിസോർട്ടിന്റെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ താമസിക്കണമെങ്കിൽ ജസ്റ്റ് അവരെ വിളിച്ച് നോക്കി ഏത് റൂംസാണ് നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഗൈസ് ഇവിടുത്തെ കൃഷി തന്നെയാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഒരുപാട് വെറൈറ്റി കൃഷികളാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാം സ്റ്റെപ്പ് ഫാമിംഗ് തന്നെയാണ്. അപ്പോൾ വട്ടവടയുടെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, ഏറ്റവും വലിയ സ്റ്റെപ്പ് ഫാമിംഗ് ഉള്ള ഒരു ചെറിയൊരു വില്ലേജാണ് ഈ ഒരു വട്ടവട. അപ്പോൾ സ്റ്റെപ്പ് ഫാമിംഗ് ആണ് ഇവിടുത്തെ മെയിൻ. പിന്നെ ഇവിടെ നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ് കേട്ടോ ഗൈസ്. എന്ത് നട്ടാലും വളരുന്ന ഒരു പ്രത്യേക ടൈപ്പ് സോയിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാരറ്റ് ആണ് കേട്ടോ ഗൈസ്. മെയിൻ ക്യാരറ്റ് കൃഷിയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഫസ്റ്റ് ടൈമായിട്ട് ക്യാരറ്റ് പറിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഇവിടെ വന്നിട്ട് കിട്ടി കേട്ടോ ഗൈസ്. അപ്പം ഇവിടെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് കൃഷിയുണ്ട്, പിന്നെ വലിയ നാരങ്ങയുടെ കൃഷിയുണ്ട്, പിന്നെ സ്ട്രോബെറി ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അങ്ങനെ ഒരുപാട് വെറൈറ്റി കൃഷികളും അവർ ഈ പ്രോപ്പർട്ടിയുടെ അകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു വൈബാണ് കേട്ടോ ഈ ഒരു റിസോർട്ട്. കാര്യം നമ്മൾ ആ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓണാവും. പിന്നെ റിസോർട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂടെ ആ ഒരു ക്യാമ്പ് ഫയറിന്റെ പ്ലേസിലൊക്കെ വന്ന് പിന്നെ ആ ഒരു മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്ത് ഭയങ്കര വേറൊരു ഡിഫറെന്റ് ഫീലാണ് കേട്ടോ. ഇഷ്ടംപോലെ ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത്. അപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് എല്ലാവരും ഈക്വലി എൻജോയ് ചെയ്യുന്ന നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു കേട്ടോ ഗൈസ്. അപ്പം ഒരു ഡിഫറെന്റ് ഫീല് തന്നെയാണ് ഈ ഒരു മ്യൂസിക് വിത്ത് ക്യാമ്പ് ഫയർ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാര്യം നമ്മൾ വേറെ റിസോർട്ടിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. കാര്യം ഒരു പർട്ടിക്കുലർ ടൈമിങ്ങിൽ റിസോർട്ടിലെ എല്ലാ ആൾക്കാരും കൂടെ ഒത്തുകൂടി ഇതേപോലെ ഒരു ക്യാമ്പ് ഫയറും പിന്നെ മ്യൂസിക്കും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് ഒരു ഫീല് തന്നെയാണ്. ഇനി ഗൈസ് നമുക്ക് അവരുടെ റെസ്റ്റോറൻറ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്നലെ റെസ്റ്റോറൻറ്റിലോട്ട് വന്നില്ല. കാര്യം നമ്മൾ ഇന്നലെ രാത്രി റൂമിൽ തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ ഗൈസ്. അപ്പം നൈറ്റ് ഫുഡ് അവർക്ക് അലാക്കാട്ട മെനു ആണ്. അവരുടെ മെനുവിലുള്ള നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ റൂമിൽ തന്നെ സെർവ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നാലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ ഗൈസ്. അപ്പം അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം.
ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാര്യം ഞാൻ ഈ ഒരു റിസോർട്ടിൽ ഒരു 2-3 ടൈംസ് വിസിറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ കേട്ടോ ഗൈസ്. അപ്പം ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾ ഗ്രൂപ്പായിട്ടോ ഫാമിലി വിത്ത് കിഡ്സ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് ഈ ഡ്രീം വാലി വട്ടവട കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.